കേരളം കണ്ടുശീലിച്ചിട്ടില്ലാത്ത കൂട്ടുകെട്ടുകളുടെ നാടാണ് കൊണ്ടോട്ടി. കോൺഗ്രസ് CPM-നൊപ്പം പോകും, തിരിച്ച് ലീഗിനെ പിന്തുണയ്ക്കും, വീണ്ടും തമ്മിലടിയാകും. അത്തരമൊരു നിർണായക ഘട്ടത്തിലാണ് കൊണ്ടോട്ടിയിലെ നഗരസഭാ ഭരണം. അവിടുത്തെ ലീഗും കോൺഗ്രസും തമ്മിലുള്ള തർക്കം മലപ്പുറത്തെ UDF സംവിധാനത്തെ പിടിച്ചുലയ്ക്കുമോ? കൊണ്ടോട്ടി നഗരസഭയിൽ അധ്യക്ഷ പദവി പങ്കുവയ്ക്കുന്നതിലെ ധാരണയെ ചൊല്ലിയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഇപ്പോൾ കൊമ്പുകോർക്കുന്നത്. ആദ്യത്തെ 3 വർഷം ലീഗിനും ശേഷിക്കുന്ന 2 വർഷം കോൺഗ്രസിനും അധ്യക്ഷസ്ഥാനം എന്നതായിരുന്നു ധാരണയെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അങ്ങനെയൊരു ധാരണയേ ഇല്ലെന്ന് കൈമലർത്തുന്നു ലീഗ്. പാണക്കാട് സാദിഖലി തങ്ങൾ നേരിട്ട് നൽകിയ വാഗ്ദാനമാണ് ലംഘിക്കുന്നതെന്ന് കോൺഗ്രസ് തിരിച്ചടിക്കുന്നു. കോൺഗ്രസിൻ്റെ ഒരു സ്വാധീനമുള്ള മേഖലയാണ് കൊണ്ടോട്ടി. അതിനെ തകർക്കാൻ എന്തായാലും യൂത്ത് കോൺഗ്രസ് എന്തായാലും സമ്മതിക്കൂല. ഉമ്മൻചാണ്ടി സാറ്, കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ഇതിൽ മുൻപന്തിയിൽ നിന്നിട്ട് UDF-നെ കൂട്ടിയുറപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവിടെ ആദ്യം മുന്നോട്ട് വെച്ചത്. അത് പ്രകാരം തന്നെയാണ് ഇന്ന് UDF ആയിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ ഒരു കളങ്കമില്ലാതെ മുന്നോട്ട് പോയത്. ഇപ്പോൾ പെട്ടെന്ന് ഈ ചെയർപേഴ്സൻ്റെ കാര്യം വന്നപ്പോൾ മാത്രം വലിയൊരു ഇടിവ് വന്നത്. ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങളാണ് ഇതിന് മൂപ്പര വാക്കാലാണ് ഇത് ഉറപ്പിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് അധ്യക്ഷ പദം കൈമാറണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ലീഗ് തള്ളിക്കളഞ്ഞതോടെ തർക്കം മുറുകുകയാണ്. ലീഗ് പ്രതിനിധിയായ ഫാത്തിമത്ത് സുഹ്റാബി അധ്യക്ഷ പദവി രാജിവെക്കുന്ന പ്രശ്നമില്ലെന്ന കടുത്ത നിലപാടിലാണ് ലീഗ്. കാരണം 40 അംഗ നഗരസഭയിൽ മുസ്ലിം ലീഗിന് 23 അംഗങ്ങളുണ്ട്, കോൺഗ്രസിനാകട്ടെ 8 അംഗങ്ങളും. 2015-ലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും CPM-ഉം ചേർന്ന് മത്സരിച്ച് വിജയിച്ച നഗരസഭയാണ് കൊണ്ടോട്ടി. പിന്നീട് കോൺഗ്രസ് ലീഗിനൊപ്പം ചേർന്ന് ഭരണം തുടരുകയായിരുന്നു. അതുകൊണ്ട് കൊണ്ടോട്ടി നാടകം പ്രവചിക്കുക അസാധ്യമാണ്.